ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ പെട്ടെന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, അത് മറക്കാത്ത രൂപത്തിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കി വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ഓർഡറിന് അടിസ്ഥാനം എന്താണ്, ഈ 1s2 2s2 2p6 എന്നുള്ള ഈ ഓർഡറിന് അടിസ്ഥാനം എന്താണ് നമ്മൾ ആദ്യം നോക്കാം. നമുക്കറിയാം അഫ്ബാർ പ്രിൻസിപ്പിൾ പ്രകാരം ഓർബിറ്റലിൽ സബ്ഷെല്ലിൽ ഫില്ലാവൽ, ഇലക്ട്രോൺ ഫില്ലാവൽ അതിൻ്റെ ഓർബിറ്റലിൻ്റെ എനർജി ലെവലിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ എനർജി ഫസ്റ്റ് ഫില്ലാകും, അതിനുശേഷം ഹയർ എനർജി ലെവലുകളിലേക്ക് ഇലക്ട്രോൺ ഫില്ലായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ്റെ പ്രസക്തി എന്നുള്ളത് ഇവിടെയാണ്. ഈ ലോവർ എനർജി ടു ഹയർ എനർജി ലെവലിലുള്ള ഓർബിറ്റലിലേക്കാരം ഫസ്റ്റ് ചെറിയ ഓർബിറ്റുകളിലുകൾ ഫില്ലായതിന് ശേഷം ഹയർ എനർജി ലെവലുള്ള ഓർബിറ്റലുകൾ ഫില്ലാവും. അപ്പോൾ ആ ഓർഡർ വളരെ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനൊക്കെ എഴുതുമ്പോൾ പലരും മറന്നു പോകാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വിഷ്വൽ ട്രിക്കാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഷെല്ല് എന്നുള്ളത് സ്ഫെറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ ഇനിയിപ്പോൾ 2s ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു നോഡൽ ഏരിയ വന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത എസ് ഓർബിറ്റിൽ. ഈ ഓർബിറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓർബിറ്റ് എന്നുള്ളത് ബോറിൻ്റെ രീതിയിൽ നിന്നും മാറിയിട്ട് ഓർബിറ്റൽ എന്നുള്ള സംഭവം ഇലക്ട്രോണിൻ്റെ പോസിബിലിറ്റി ആണ്. ഈ ഒരു ഏരിയയിൽ ഇലക്ട്രോൺ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഓർബിറ്റൽ എന്നുള്ളത്. അപ്പോൾ ഈ സ്ഫെറിക്കൽ എസ് ഓർബിറ്റലിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ആ ഒരു ഏരിയയിൽ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ പി ഓർബിറ്റിൽ പറഞ്ഞാൽ ഒരു ഡംബൽ ഷേപ്പിൽ 3 ആക്സിസിലും എക്സ് വൈ സെറ്റ്. പിന്നെ ഡി ഓർബിറ്റിൽ ഡബിൾ ഡംബിലായിരിക്കും, അതിൻ്റെ 5 സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ വിഷ്വലുണ്ട്. പിന്നെ അതേപോലെ എഫ് ഓർബിറ്റലിൻ്റെ കുറച്ചും പാടി കോംപ്ലിക്കേറ്റഡ് ആണ്, അതിൻ്റെ 7 സ്പേഷ്യൽ ഓറിയൻറ്റേഷൻസ് നമുക്ക് ചിത്രത്തിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ സബ് ഇലക്ട്രോണിക് കൺഫിഗറേഷൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ്റെ ഒരു മോഡൽ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് അറിയാം, 1s2 2s2 2p6, പിന്നെ റൈറ്റിക്ക് 3s2 3p6, 4s2 3d10, 4p6 5s2 4d10, 5p6 6s2 4f14 5d10, 6p6 7s2 5f14 6d10, 7p6 8s2. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ എസ് ഓർബിറ്റലിൻ്റെതൊക്കെ ഒരു ഡയഗണൽ ഷേപ്പ് ആയിക്കൊണ്ട് എങ്ങനെ ബോട്ടം നിന്ന് റൈറ്റിക്ക് ഇങ്ങനെ പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ സ്ഫെറിക്കൽ വൈറ്റ് സ്ഫിയറിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് എസ് ഓർബിറ്റലിൻ്റെ ആണ്. അപ്പോൾ 1s2 2s2 അതിന് ശേഷം ബോട്ടം നിന്ന് റൈറ്റിക്ക് മാറിയിട്ട് ഒരു ഡയഗണൽ രൂപത്തിൽ അതിൻ്റെ തുടർച്ച പോകുന്നത് കാണാം. അതേപോലെ തന്നെ പി ഓർബിറ്റലിൻ്റെത് 2p6 എന്ന് തുടങ്ങിയിട്ട് 3p6ൻ്റെ ശേഷം അടുത്ത ബബിളിലേക്ക് പോവുകയാണ്. അങ്ങനെ അതിൻ്റെ ഒരു ഡയഗണൽ ഷേപ്പിൽ കണ്ടിന്യൂ ചെയ്യും. പിന്നെ അതേപോലെ ഡി ഓർബിറ്റലിൽ 3d എന്ന് തുടങ്ങിയിട്ട് പിന്നെ 6d വരെ 3d 4d കഴിഞ്ഞിട്ട് അടുത്ത ബബിളാവുന്നു. അങ്ങനെ 5d 6d അത് ഡയഗണൽ രൂപത്തിലേക്ക്. പിന്നെ എഫ് ഓർബിറ്റലിൻ്റെ ആകെ ഒറ്റൊന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കിങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞാൽ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് വെക്കാനും, അതേപോലെ ഇനി എക്സാമിനൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. ആദ്യം ഒന്നിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളും ഹൈബ്രിഡൈസേഷൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാവുന്നൊരു കാര്യമാണ് ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ്റെ ഓർഡർ എന്നുള്ളത്. അപ്പം പലരും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മറ്റു പല ട്രിക്കുകളൊക്കെ വരും, പക്ഷേ ഞാൻ ഈ ഒരു ട്രിക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് എഴുതി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്.
അപ്പോൾ മുമ്പ് ആർക്കെങ്കിലും ഇത് അറിയാമെന്നുണ്ടെങ്കിൽ കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു നോട്ട് ബുക്കിലാക്കി എഴുതിയപ്പോൾ ഉണ്ടാവുന്ന ഇതാണ് ഒരു 4 കോളും റോസും വരയ്ക്കുക. അതിന് ശേഷം ഡയഗണൽ രൂപത്തിൽ എസ് ഓർബിറ്റലിൻ്റെയും പി ഓർബിറ്റലിൻ്റെയും ഡി ഓർബിറ്റലിൻ്റെയും അങ്ങനെ ഡയഗണൽ രൂപത്തിൽ എഴുതിയാൽ മതി. പിന്നെ എഫ് ഓർബിറ്റൽ ഉള്ള ആകെ 2 ഉണ്ടാവുള്ളൂ, 4f14ഉം 5f14ഉം. നമ്മൾ കോമൺ ആയി കണ്ട് യൂസ് ചെയ്യുന്ന ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ട്രിക്ക് ഉണ്ട്. അത് 1s2 മുതൽ 8s2 വരെ എസ് ഓർബിറ്റലിൻ്റെ അങ്ങനെ ചെയ്താൽ, പിന്നെ 2p6 മുതൽ 7p6 വരെ പി ഓർബിറ്റലിനും, പിന്നെ ഡി ഓർബിറ്റലിൻ്റെ 3 മുതൽ 6 വരെ എഫ് ഓർബിറ്റലിൻ്റെ 4ഉം 5ഉം അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഈ ആരോ ആണ് ഓർഡർ നമുക്ക് മനസ്സിലാക്കി തരിക. ഫസ്റ്റ് ആരോ 1s2, പിന്നെ അതിന് ശേഷം 2s2, പിന്നെ 2p6 കഴിഞ്ഞതിന് ശേഷം 3s2, പിന്നെ 3p6 കഴിഞ്ഞതിന് ശേഷം 4s2, പിന്നെ 3d10 കഴിഞ്ഞതിന് ശേഷം 4p6 5s2 അങ്ങനെ പോകും അതിൻ്റെ ഓർഡർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്റ്റെപ്പ് ഫോം ആയിക്കാരം കുറച്ചും പാടി വിഷ്വലൈസ് ചെയ്യാനും മെമ്മറൈസൊക്കെ ചെയ്ത് വെക്കാൻ കുറച്ചും പാടി ഈസി ആയി കണ്ടിട്ടുള്ളൊരു മോഡൽ. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും മോഡൽ അറിയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.